അഫീഫ മാം. ഞാൻ ഓഡിബിൾ ആണല്ലോ? സോറി കേട്ടോ, സോറി. ഹഫീഫ മാമിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. നിങ്ങൾ അതിനനുസരിച്ച് അതായത് മാം ഫസ്റ്റ് ടൈം എടുക്കുന്ന ക്ലാസ് ആണ്. നിങ്ങൾ അതിന് വേണ്ടി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യാം. നമുക്ക് ജോയിൻ ചെയ്യും. മാമിന് എന്തൊരു ടെക്നിക്കൽ ഇഷ്യൂ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. മാം ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, മണി സർ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല ഉഷാറാണ്. ഷാമിനി മാം ഇന്നലെ നമ്മുടെ വെബിനാറിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. എങ്ങനെയുണ്ടായിരുന്നു സെഷൻ? മ്യൂട്ടാണ് മാം. കുറച്ച് നന്നായിരുന്നു. ഷോർട്ടായിട്ട് അവർ പറഞ്ഞു തരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. ഷോർട്ടായിട്ട് ഒരു കാര്യം അവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു 6 പോയിന്റിലേക്കാണ് സാർ ഇന്നലെ ചുരുക്കി കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അപ്പൊ എനിക്കൊരു ഡൗട്ട് ചോദിക്കാനും സാറ് വന്നിട്ടുണ്ട് തോന്നുന്നു. അപ്പൊ എനിക്കൊരു ഡൗട്ട് ചോദിക്കാനും പുതിയതായി എവിടുന്ന് സൗണ്ട് ഇടയിൽ കൂടെ വരുന്നുണ്ട്. ആരെങ്കിലും പറയാൻ നോക്കുന്നുണ്ടോന്ന് അറിയില്ല. ഞാൻ ഓഡിബിൾ അല്ലേ? അപ്പൊ ഞാനൊരു ഡൗട്ട് ചോദിക്കാനും അതിലൂടെ സാറ് മാക്സിമം നമ്മളുടെ പ്രോഗ്രാമിനെ കുറിച്ച് സ്കിയോളോ എന്താണെന്നുള്ളതിനെ കുറിച്ച് മാക്സിമം പറഞ്ഞു. അത് പുതിയതായി വന്നവർക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. മാത്രമല്ല ഇന്നലെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനും സാധിച്ചിരുന്നു. കുറച്ച് ദിവസമായിട്ട് സാറ് എടുത്തൊരു ഇൻഫർമേഷൻ വേണം എനിക്കൊരു എൻ്റെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതും ഇന്നലെ എനിക്കൊരു ക്ലാരിറ്റി കിട്ടി. ഹഫീദ മാമിന് സുഖല്ലേ? ഹഫീദ മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. മാം ഓഡിബിൾ അല്ലേ? ഹഫീദ മാം മാമിനെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണോ പറയുന്നത്? അവർക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അൺമ്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ എല്ലാവരും എന്തോ ഇഷ്യൂ ആയിരിക്കാം. മാമിനെ പറ്റുന്നില്ല എന്ന് പറയുന്നത്. അൺമ്യൂട്ട് ചെയ്യാൻ ട്രൈ ചെയ്തോ? നിങ്ങൾ പറ്റുന്നില്ലെങ്കിൽ ഓക്കെ ആണെങ്കിൽ ഒന്ന് അറിയിക്കാം.
അപ്പൊ നമുക്ക് ഇന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ നിങ്ങൾ എല്ലാവരും? മാമിന്റെ ടോപ്പിക് തന്നെ സെൽഫ് കോൺഫിഡൻസ് ആയിരുന്നു. നമുക്ക് അത് വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്കഷൻ ആക്കിയാലോ? ഓക്കെ ആണോ? ആരും ഒന്നും പറയുന്നില്ല. ഓക്കെയാണ്. ഞാൻ തമ്പ് കാണിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. സോറി, കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഇന്ന് സെൽഫ് കോൺഫിഡൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് വേറെ കൂടുതലായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറയുകയും ചെയ്യാം. ഇവിടെ ഒരുപാട് പേരുണ്ട്, അപ്പൊ അവർക്കും കൂടെ അതൊന്ന് നോട്ട് ചെയ്യാനും അതുപോലെ തന്നെ അവർക്കും കൂടെ ഒന്ന് അവരുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. ഫസ്റ്റായിട്ട് ആരാണ് സെൽഫ് കോൺഫിഡൻസ് വരുന്നത്? സുലൈഹ മാം ആണോ ഷെയർ ചെയ്യുന്നത്? മ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മാജിക് മോർണിംഗ്. ഞാൻ എനിക്കറിയുന്ന 2-3 പോയിന്റുകൾ പറയാനാണ്. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ ആദ്യം നമുക്ക് നമ്മുടെ കഴിവുകളിൽ വിശ്വാസം ഉണ്ടാവണം. നമുക്ക് കഴിവുകളുണ്ട്, എന്നാലും പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് അത് പറ്റുന്നില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ഇപ്പൊ സംസാരിക്കാൻ കഴിവുണ്ട്, ബട്ട് ആളുകളുടെ മുമ്പിലേക്ക് പബ്ലിക് സ്പീക്കിംഗ് വരുമ്പോൾ പ്രോബ്ലം വരുന്നു. അപ്പൊ നമ്മള് ഇവിടെ ആ സ്കിൽ വർദ്ധിപ്പിക്കാൻ നോക്കണം. ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്തിട്ട് കുറച്ച് ആളുകളുടെ മുമ്പിൽ ആദ്യം അവതരിപ്പിക്കുക, പിന്നെ അത് വലിയ വലിയ ഒരു കൂട്ടത്തിലേക്ക് എത്തിക്കുക. അത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്തും. അപ്പൊ ആദ്യം നമ്മുടെ സ്കില്ല് വളർത്തണം. പിന്നെ നമുക്ക് നമ്മുടെ സ്കില്ലില് ഇംപ്രൂവ് ചെയ്യാനുള്ളത് ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു സുലൈഹ മാം. താങ്ക് യു. നിങ്ങൾക്ക് ആരെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ചാറ്റ് ബോക്സിലെങ്കിലും കമന്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് അൺമ്യൂട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ, ഷാമിനി മാം സംസാരിച്ചോളൂ. ശരിക്കും നമ്മള് പ്രിപ്പയർ ചെയ്യാത്തൊരു വിഷയമാണ്. മണിസാറിനെ പോലെ സീനിയേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. കുറെ കാര്യങ്ങൾ കടന്നു വന്ന ആളായിരിക്കും കോൺഫിഡൻസിലൂടെ. അപ്പൊ സാറിൽ നിന്നും കുറച്ച് നല്ല പോയിന്റുകൾ കിട്ടിയാൽ ഉപകാരമായിരുന്നു. വിൻസെന്റ് സാറും ഉണ്ടെന്ന് തോന്നുന്നു. താങ്ക് യു നമ്മളൊക്കെ ഷാമിനി സീനിയേഴ്സ്. മാം. അതായത് നമുക്ക് ഈ കോൺഫിഡൻസ് ഉണ്ടാകാതിരിക്കാനുള്ള കാരണം ഈ ശങ്കകളാണ്, ഡൗട്ടാണ്. ഡൗട്ട് ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫിയർ ഓഫ് ഫെയിലിയർ, അതാണ് നമ്മളെ ഒരു കോൺഫിഡൻസിൽ എത്താനുള്ളതിന് ഒരു തടസ്സം നിൽക്കുന്ന സംഗതി. അപ്പൊ ഈ ശങ്കകൾ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് കോൺഫിഡൻസിലേക്ക് എത്താൻ പറ്റുന്നുള്ള ഉത്തമ വിശ്വാസം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് എന്തിലോ ഒരു ലാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ അതെല്ലാം ഒഴിവാക്കുക. അതുപോലെ തന്നെ ഫിയർ ഓഫ് ഫെയിലിയർ, ഈ സംഗതിയാണ് കാര്യമായിട്ട് തടസ്സം നിൽക്കുന്നത്. അത് അങ്ങോട്ട് നമ്മൾ റിമൂവ് ചെയ്യല്ല, മെല്ലെ മെല്ലെ അതിനെ തരണം ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ പല ആൾക്കാർക്കും പല രീതിയിലും പല സാഹചര്യത്തിലും ഒരു പ്രത്യേക കഴിവുകൾ താനെ വരാറുണ്ട്. ചില സമയത്ത് ചില ഏരിയയിൽ ചിലർക്ക് സംസാരിക്കാനുള്ള കഴിവുകൾ കൂടുതലുണ്ടായിരിക്കും, പക്ഷെ വേറെ സ്ഥലത്ത് അവർക്ക് അത്ര ഷൈൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. വീട്ടുകാര്യങ്ങളിലോ അല്ല റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ വെൽത്ത് ഇൻക്രീസ് ചെയ്യാനുള്ള നടപടികളിലോ അങ്ങനെ ചില കാര്യങ്ങളിൽ അവർക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി പെരുമാറാൻ പറ്റിയെന്ന് വരില്ല. ചില ഏരിയ ഉണ്ടാവും, ചില പോക്കറ്റ്, അത് അവർക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ നമുക്ക് എന്ത് കാര്യവും സാധ്യമാക്കാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് വിമാജിക്കിൽ വന്നതിന് ശേഷം ഒരുപാട് അറിവുകൾ കിട്ടിയിട്ടുണ്ട്, കുറേ ടെക്നിക്സ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ടിപ്സ്, നമ്മൾ ആത്മവിശ്വാസം കൂടാനുള്ള പല കാര്യങ്ങളും, പ്രത്യേകിച്ച് മെഡിറ്റേഷനും അഫർമേഷനും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ
മെയിനായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുമ്പോഴും ഫൊർഗീവ്നെസ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് എന്തെന്നില്ലാത്തൊരു ഉണർവും അതേപോലെ തന്നെ ആത്മവിശ്വാസവും കൂടുന്നുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ കോർത്തിണക്കിയിട്ട് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു തന്നെയാണ് പറയാനുള്ളത്. അതിപ്പം ഒരു പരിധി വരെ നല്ലതാണ് എന്ന് പറയാന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള വിശ്വാസം ചിലപ്പോൾ നമ്മളിലേക്ക് ദോഷം ചെയ്തെന്ന് വരും. ചില സമയത്ത് നമ്മൾ പോകാൻ പറ്റാത്ത സ്ഥലത്ത് അവിടെ പോകണ്ടെന്ന് പറയാം, എന്താ പോയാലും എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ ചില അപകടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാകുന്നത് നമ്മളെ ശരിയായ കഴിവിനെ പുറത്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം പാട്ട് പാടാൻ കഴിവുള്ള വ്യക്തികൾ ഇപ്പൊ സ്റ്റേജിൽ കയറിയിട്ട് കുറച്ച് ആത്മവിശ്വാസം ഇല്ലെങ്കിൽ ചിലപ്പം അത് താളത്തിലും അതിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വന്നു വരും. ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹലോ സാർ ഈ ഇന്നത്തെ സ്പീക്കർ എനിക്ക് തോന്നുന്നു ജോയിൻ ചെയ്തിട്ട് തോന്നുന്നു, അവർക്ക് ഒന്ന് ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു, റീജോയിൻ ചെയ്തിട്ട്. ഓക്കെ, ശരി സാർ. താങ്ക് യു വെരി മച്ച്. കേൾക്കുന്നോ? കേൾക്കുന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. തുടങ്ങിയല്ലേ? ബാക്കി തുടങ്ങിക്കോട്ടെ. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞത് സെൽഫ് കോൺഫിഡൻസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണല്ലേ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് വൺ അണ്ടർസ്റ്റാൻഡിങ് കോൺഫിഡൻസ്. രണ്ടാമത്തെ കാര്യം സെറ്റിംഗ് റിയലിസ്റ്റിക് ഗോൾസ് എന്നാണ്. നമുക്കൊക്കെ ഗോൾസ് ഉണ്ടാവും അല്ലെ? ഇപ്പൊ ഈ ഗോൾസ് ഉള്ള എല്ലാവരും സക്സസ് ആയിട്ടുണ്ടോ? ഉണ്ടോ? ഗോൾസ് ഉള്ള എല്ലാവരും സക്സസ് ആയിട്ടുണ്ടോ? ഹലോ, കേൾക്കുന്നില്ലേ? ഇല്ല ഇല്ല ഇല്ല, എല്ലാവരും സക്സസ് ആയിട്ടില്ല, ആക്ഷനിലേക്ക് കൊണ്ടുവരണം. അതെ. അപ്പൊ ഗോൾസ് ഉള്ള എല്ലാവരും സക്സസ് ആവില്ല. ഗോൾസ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഒരു യഥാർത്ഥ ലക്ഷ്യബോധം നമുക്ക് വേണം അല്ലെ? യഥാർത്ഥ ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ മാത്രമേ, അതാണ് ഗോൾസ്. ഇപ്പൊ നമ്മളൊക്കെ ഒരു സമയം വരെ ധരിച്ചിരുന്നത് ഗോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇന്ന ഒരു ലെവലിൽ എത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും ടീച്ചർ ആകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം എന്നതായിരുന്നു നമ്മുടെയൊക്കെ ഗോൾ എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു ഗോള്, നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോള് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവ് കൊടുക്കാമെങ്കിൽ നമ്മുടെ ആ ഒരു ഗോളിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനുള്ള മറ്റൊരു മെത്തേഡാണ് നമ്മൾ ശരിയായ ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്ന ഒന്നാണ് ചാലഞ്ചിങ് നെഗറ്റീവ് സെൽഫ് ടോക്ക്. നമ്മളൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണല്ലേ. നമുക്കൊരു ടാസ്ക് നമ്മളെ മുന്നിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് അതിനെന്ത് ചെയ്യും? നെഗറ്റീവായിട്ട് കാണും. നമ്മൾ പറയും ഇത് എന്നെ കൊണ്ട് സാധിക്കോ, ഇത് എന്നെ കൊണ്ട് പറ്റാത്ത സംഭവം, ഇത് ഇങ്ങനെ ചെയ്ത് അങ്ങനെയാവും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തത് ഇങ്ങനെയാവും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? സ്വയം നമ്മളെ തന്നെ എന്ത് ചെയ്യും? തരം താഴ്ത്താവും. നമ്മൾ തന്നെ നമ്മളോട് പറയാ നിനക്കത് പറ്റൂല. അതിപ്പോ എനിക്ക് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോ ഒരു ഡിമാജിക്കിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്റെ അടുത്ത് ഗോപിക മാം അതുപോലെ മുഫീദ മാം ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെ കൊണ്ട് പറ്റുന്നൊക്കെ പറയുമ്പോ ഞാൻ പറയണേ വേണ്ട, അപ്പൊ ഇപ്പൊ ഇത് ചെയ്ത ശരിയല്ല, നിന്നെ കൊണ്ട് ഇത് പറ്റൂല എന്ന് പറയാന്നെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ആര് സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാന്നെങ്കിൽ ഒരിക്കലും ഇതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല, ഒരു ക്ലാസ് എടുക്കാൻ പറ്റൂല എന്നതാണ്. അപ്പൊ നമ്മൾ നെഗറ്റീവായിട്ട് നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ എന്താണ് തരം താഴ്ത്തി കാണുന്ന ഒരു സംഭവമാണ്. നമ്മളോട് തന്നെ സെൽഫായിട്ട് എന്ത് ചെയ്യുക, നെഗറ്റീവായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നിന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് അത് പറ്റൂല. അല്ലെങ്കിൽ നമുക്ക് സംശയമായിരിക്കും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സംശയമായിരിക്കും, ഇതിപ്പോ എന്നെ കൊണ്ട് പറ്റുമോ, ഞാൻ ചെയ്ത ശരിയാകുമോ, ഒരു സംശയമായിരിക്കും അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മളെ കോൺഫിഡൻസ് കുറയ്ക്കുന്ന കാര്യങ്ങളാണ്, നമ്മളിലെ കോൺഫിഡൻസ് കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അടുത്തതാണ് ഏറ്റവും പവർഫുൾ ആയിട്ട് തോന്നിയ ഒന്നാണ് വിഷ്വലൈസേഷൻ ആൻഡ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഏതൊരു കാര്യത്തെയും, നമ്മളിൽ വരുന്ന പ്രശ്നങ്ങളെ പോലും എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക എന്നതാണ്. നമ്മുടെ കോൺഫിഡൻസ് കൂട്ടുന്ന മറ്റൊരു കാര്യമാണ് പോസിറ്റീവ് തിങ്കിങ്. പോസിറ്റീവായിട്ട് ഏതൊരു കാര്യത്തെയും പോസിറ്റീവായിട്ട് എടുക്കുകയാണ്. അതോടൊപ്പം തന്നെ വിഷ്വലൈസേഷൻ എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. എനിക്ക് എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ട്രെയിനർ ആവുകയാണ്, അതുപോലെ തന്നെ ഒരു കോച്ച് ആവുക, മറ്റുള്ളവരുടെ മുന്നിൽ പോയിട്ട് ക്ലാസ് എടുക്കുക എന്നുള്ള. അപ്പൊ എനിക്കിത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമല്ലോ. ഞാനിങ്ങനെ ക്ലാസ് എടുക്കുന്ന ഒരാൾ, ഇതാണ് എന്റെ ആഗ്രഹം എന്ന് എനിക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അപ്പൊ അതിനെനിക്ക് അവസരങ്ങളില്ല.
അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാനിങ്ങനെ വിഷ്വൽ ചെയ്യും, ഞാൻ ക്ലാസ് എടുക്കുന്നതും ആ ഒരു വിഷ്വലൈസേഷനിൽ എനിക്ക് ഓഡിയൻസ് ഉണ്ടാകും, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടാവും, എന്റെ ക്ലാസ് കഴിഞ്ഞ് എനിക്ക് ഫീഡ്ബാക്ക്, പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് തരുന്ന ആളുകൾ ഉണ്ടാവും. ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യും, അധികം നമ്മൾ ബാത്റൂമിലൊക്കെ കയറുന്ന സമയത്താവും ഞാൻ എന്ത് ചെയ്യാ, മിററിലൊക്കെ നോക്കിയിട്ടാവും നമ്മളിങ്ങനെ നമ്മൾ എന്താണെന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു, അത് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ചില സമയത്ത് കിച്ചണിലൊക്കെ ആവുന്ന സമയത്താവും നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് നമുക്കങ്ങനെ ഒരു ത്വര ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യണം ആവുന്നുള്ള ഒരു ത്വര വരുമ്പോ ഞാനൊക്കെ എപ്പോഴും ചെയ്യുന്ന സംഭവമാണ് ഇങ്ങനെ പോയി നിന്നിട്ട് ഞാൻ എന്താണെന്നുള്ളത് ഞാൻ മാത്രമല്ലേ കാണുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ വിഷ്വൽ ചെയ്യും. അപ്പോ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നോണ്ടായിരിക്കും ഒരു ദിവസം എനിക്ക് വേറൊരു സെന്ററിൽ പോകേണ്ട, ഒരു ഒഫീഷ്യലായിട്ട് പോകേണ്ട കാര്യം, ഒരു ആവശ്യം വന്നു. അവിടെ പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോരാൻ സമയത്ത് അവിടുത്തെ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ നീ ഏതായാലും വന്നതല്ലേ, കുട്ടികൾക്ക് എക്സാം ഒക്കെ ആയതാണ്, നീ എന്ത് ചെയ്യും കുട്ടികളുടെ ഒരു ക്ലാസ് എടുത്തിട്ട് പൊക്കോ പറഞ്ഞു. ആ സമയത്ത് ഭയങ്കര സന്തോഷാ തോന്നിയത്. ഒരിക്കലും ഞാൻ ഒരു വിഷയത്തെ കുറിച്ച് ഒരിക്കലും പ്രിപ്പയർ ചെയ്തിട്ടില്ല, എങ്കിലും എനിക്ക് ആ സമയത്ത് ടെൻഷൻ വന്നില്ല, എനിക്ക് സന്തോഷാ തോന്നിയത്. കാരണം ഓൾറെഡി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എന്റെ മൈൻഡിൽ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്, ഇന്ന സമയത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് ഞാൻ ക്ലാസ് എടുക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ രീതിയിലായിരിക്കും ഞാൻ തുടങ്ങുക എന്നുള്ളത് ഓൾറെഡി എന്താണ് എന്റെ മൈൻഡിൽ സെറ്റ് ആണ്. ഞാൻ അതൊരു വിഷ്വൽ ചെയ്തതോട് കിട്ടിയ ഒരു സംഭവമാണ്. സോ എന്താണ് നമ്മുടെ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടാനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ, ഐഡന്റിഫൈങ് സ്ട്രെങ്ത്. നമ്മുടെ സ്ട്രെങ്ത് എപ്പോഴും മനസ്സിലാക്കാതെ പോകാറുണ്ട് അല്ലെ. നമ്മൾ ഇപ്പൊ എന്താണ്, ചില ആളുകള് ഇപ്പോ ഒരു ഡൗൺ ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും, ഭയങ്കര ടഫ് ആയിരിക്കും ആൾക്ക് ആ ഒരു സമയം. പക്ഷെ അപ്പോഴും ആ ആള് ചിന്തിക്കേണ്ട ആളുടെ പാസ്റ്റ് അല്ലെങ്കിൽ ആ ആള് ഒരു സമയത്ത് സ്ട്രോങ് ആയിരുന്നു എന്നത് എന്ത് ചെയ്യുന്നില്ല, ആള് ചിന്തിക്കാറില്ല. അപ്പോഴും അതുവരെയുള്ള പോസിറ്റീവ് ഒക്കെ മറന്നുകൊണ്ട് ആ ഒരു സമയത്ത് വരുന്ന നെഗറ്റീവില് മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുക. ആ ഒരു സമയത്താവും അവർക്ക് തോന്നുക ഞാൻ ചിലപ്പോ ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്യായിരിക്കും. ആ സമയത്ത് അവർ ചിന്തിക്കായിരിക്കും എനിക്ക് ഇത് എന്റെ അവസാനമാണ്, എന്നെക്കൊണ്ട് ഇനി ഉയർത്തെഴുന്നേൽക്കാൻ പറ്റൂല എന്നുള്ളൊരു ചിന്തയാണ്. നമ്മളെപ്പോഴും ബാക്കോട്ട് ചിന്തിക്കണില്ല, എനിക്ക് ഇങ്ങനെ ഒരു വിജയം ഉണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെ ഒരു ലൈഫ് ഉണ്ടായിരുന്നു, ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ പോസിറ്റീവ് ആയിരുന്നു, എന്നെക്കൊണ്ടത് സാധിക്കും എന്നുള്ളത് എന്ത് ചെയ്യണില്ല, നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു എന്നതാണ്. അപ്പൊ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കോൺഫിഡൻസ് നമ്മളിൽ വളർത്തിയെടുക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഈ ഒരു വിഷയം തെരഞ്ഞെടുക്കാനും എനിക്കൊരു മെയിനായിട്ട് എന്റെ റീസൺ എന്ന് പറയുന്നത്, ഞാൻ വളരെ ചെറുപ്പത്തിലേ കല്യാണം കഴിഞ്ഞ ഒരാളാണ്. 16 വയസ്സിൽ എന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഒരു സമയത്ത് കല്യാണം കഴിഞ്ഞു, പിന്നെ പഠനം അങ്ങനെയൊന്നുമില്ല, അങ്ങനെ കുട്ടികളെ നോക്കുക, ഹസ്ബൻഡിന്റെ വീട്ടുകാര്, അങ്ങനെയുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു. അങ്ങനെ പോയി പിന്നെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് പഠിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായി, പഠിക്കാൻ തോന്നി. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കും അടുത്ത വർഷമാവട്ടെ, അപ്പൊ പിന്നെ കുട്ടി ഉണ്ടായപ്പോ അതിന് കുട്ടി ഒന്ന് വലുതാവട്ടെ, അങ്ങനെ ഞാൻ തന്നെ എന്ത് ചെയ്തു ഓരോ എക്സ്ക്യൂസ് കണ്ടെത്താൻ നോക്കി. പക്ഷെ എന്നിൽ ആഗ്രഹങ്ങൾ ഉണ്ട്, അതുപോലെ എന്തില്ല, കോൺഫിഡൻസ് ഇല്ലാത്തതായിരുന്നു. ഞാൻ ഇത്രയും കാലം എന്റെ പഠനം സ്റ്റോപ്പ് ചെയ്തത് ഞാൻ തന്നെ ആയിരുന്നു. ഞാൻ ഒരിക്കൽ സേഫ് സാറെ അടുത്ത് പറഞ്ഞപ്പോ സേഫ് സാർ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇത്രയും കാലം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ലൈഫിൽ പ്രശ്നങ്ങൾ വരാനുള്ള കാരണം ആരാ ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ എന്റെ മൈൻഡിൽ ഇങ്ങനെ പറയാം, എന്റെ പാരന്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്റെ ബാക്കിയുള്ള ആളുകളായിട്ട് ഇങ്ങനെ ചിന്തിച്ച് പറയാൻ പറ്റുന്നില്ല. അപ്പൊ സേഫ് സാർ പറഞ്ഞ സംഭവം ഉണ്ട്, ഇതിനൊക്കെ ഒരേ ഒരു കാരണക്കാരിയേ ഉള്ളൂ, അത് നീ മാത്രമാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ശരിയാണ്, ഞാനാണ് എനിക്കിതിലെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് എന്നെ ഇത്രയും കാലം അല്ലെങ്കിൽ എന്നെ ഓരോ പ്രശ്നത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളത്. അപ്പൊ അന്ന് വിചാരിച്ചതാണ്, എവിടെ പോയിട്ട് ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്റെ ഓഡിയൻസിന് ഞാൻ കൊടുക്കുന്നത് ഫസ്റ്റ് നമ്മളിൽ എങ്ങനെ കോൺഫിഡൻസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളൊരു ടോപ്പിക് ആയിരിക്കണം എന്നുള്ളത്. സോ എന്തായാലും എന്റെ ഈ ഒരു കുറച്ച് സമയത്ത് എന്റെ ഈ ക്ലാസ് കേട്ടിരുന്നതിൽ ഒത്തിരി സന്തോഷം. എല്ലാവരുടെ അടുത്തും താങ്ക് യു, ഇങ്ങനെ ഒരു അവസരം തന്നതിൽ സേഫ് സാർ എടുത്ത ടീമിനോടും താങ്ക് യു സോ മച്ച്. താങ്ക് യു അഫീഫ മാം, നല്ലൊരു സെഷൻ ആയിരുന്നു. ശ്യാമിനി മാം ഷെയർ ചെയ്തോളൂ. മാജിക് മണി മാം, ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുമോ മാം? അഫീഫ മാം നിങ്ങള് ഫസ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ തോന്നില്ല, നല്ല എനർജറ്റിക് ആയിരുന്നു.
പിന്നെ ആവശ്യമുള്ള എല്ലാ പോയിന്റുകളെയും എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ പോയിന്റും എക്സ്പ്ലെയിൻ ചെയ്യാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. താങ്ക് യു മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. പക്ഷെ എന്തോ ഒരു സ്ട്രഗിൾ ഇടയിൽ കൂടെ വന്നു അല്ലേ? പക്ഷെ അതിനെ ഓവർകം ചെയ്തിട്ട് വളരെ മിടുക്കിയായിട്ട് ഇനിയും ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് ഇനിയും തരാൻ സാധിക്കട്ടെ. നല്ല കഴിവുണ്ട് നിങ്ങളിൽ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം പ്രസന്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ 5 പോയിന്റും വൃത്തിയായിട്ട് അകത്തേക്ക് കയറ്റാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. താങ്ക് യു മാം. താങ്ക് യു ഷാമിനി. താങ്ക് യു. സർ സേഫ് സർ. ഗുഡ് മോർണിംഗ്. ഓക്കെ, സോ സോറി, എനിക്ക് തോന്നുന്നു എന്റെ എന്തോ ഒരു ഭാഗത്തുനിന്നാണ് കട്ടായി. ഓഫീസ് കയറിയായിരുന്നു, ഇന്ന് ബൈക്കിലായിരുന്നു, ബൈക്കിലായിരുന്നു. അപ്പോ അതില് എന്തോ എന്റെ പോക്കറ്റിട്ടപ്പോ കട്ടായിരുന്നു. എനിവേ, കൺഗ്രാജുലേഷൻസ് അഫീഫ. കാരണം വളരെ കുറഞ്ഞ സമയമായിട്ടുള്ള അഫീഫ നമ്മുടെ ഒരു മെന്ററിംഗിൽ വന്നിട്ട്, അല്ലെങ്കിൽ ആ വന്ന സമയത്ത് പല സമയത്ത് എന്നോട് ഒരു സമയത്തുണ്ട് എന്റെ കോൺഫിഡൻസ് ഒക്കെ പോയി കണ്ടിട്ടുണ്ട്. അപ്പൊ ആ കോൺഫിഡൻസ് ഒക്കെ വീണ്ടെടുത്ത് അത് കറക്റ്റ് ചെയ്ത് വളരെ ഉഷാറായിട്ട് പോയി. ഒന്ന് കോൺഫിഡൻസ് ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്താണ്. എന്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഒക്കെ ആയി കഴിഞ്ഞാൽ കോൺഫിഡൻസിന്റെ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ കട്ടായി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? കോൺഫിഡൻസ് കറക്റ്റ് ആയിട്ടുണ്ടെന്ന്, അപ്പൊ കോൺഫിഡൻസ് ഉണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ്. നല്ല സെഷൻസ് ആയിരുന്നു. താങ്ക് യു, കൺഗ്രാജുലേഷൻസ്. താങ്ക് താങ്ക് യു യു സർ. സർ. വിൻസെന്റ് സർ. ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. അസ്ഫ മാം വളരെ നന്നായിട്ട് ക്ലാസ് എടുത്തു. കോൺഫിഡൻസിന്റെ ഒരു എക്സാമ്പിൾ തന്നെയായിരുന്നു. കാരണം സ്വന്തം അനുഭവം കൂടെ പറഞ്ഞപ്പോൾ ഒന്നുകൂടെ നമ്മുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞത്. വളരെ നന്നായിട്ട് ഒരു ക്ലാസ്, നല്ലൊരു ക്ലാസ് ആയിരുന്നു. എനിക്ക് 1-2 പോയിന്റ്സ് ആഡ് ചെയ്യാനായിട്ട് തോന്നുന്നു. കാരണം നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഈ കോൺഫിഡൻസ്, അതായത് ആത്മവിശ്വാസം എന്ന് പറഞ്ഞത് നമ്മൾ ചെറുപ്പത്തിൽ കുട്ടികളിൽ തന്നെ നമ്മളത് വളർത്തിയെടുക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ കുട്ടികൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ആ കുട്ടിയുടെ മനസ്സിലൊരു വിഷം വരികയാണ്. അപ്പൊ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെറുപ്പത്തിൽ. പല തെറ്റുകളും സംഭവിക്കും, അത് സാരമില്ല, നീ ചെയ്യൂ, മുന്നോട്ട് പോകും. ഒരു ഡ്രോയിങ് ചെയ്തു, ഒരു ചിത്രം വരച്ചു, അല്ലെങ്കിൽ കണക്ക് ചെയ്തു, പ്രോബ്ലം തെറ്റിച്ചു, എനിക്ക് മാർക്ക് കുറവായി. ഈ സമയത്തൊക്കെ നമ്മൾ വഴക്ക് പറയുമ്പോഴും നമ്മൾ ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്തുന്ന സമയത്ത്, ആ കുട്ടിയെ ഡിസ്കറേജ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയുടെ ആത്മവിശ്വാസം പോവാണ്. അപ്പൊ ആത്മവിശ്വാസം വേണമെന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ നമ്മളത് പാരൻസ് കുട്ടികളോട് കുറച്ച് കൂടുതൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുമ്പോൾ ആ കുട്ടികളുടെ ഇത് കൂടും. പിന്നെ ഒരു കാര്യമുള്ളത്, സ്റ്റേഷനോ പറഞ്ഞ പോലെ നമ്മൾ എഴുതാറില്ല, ഗോൾസ് എഴുതി വെക്കാറില്ല നമുക്ക് എന്താവണം എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മളതിനെ പ്രിയോറിറ്റൈസ് ചെയ്യും. ആദ്യം എന്താ വേണ്ടത്, രണ്ടാമത് എന്താ വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു ആക്ഷൻ പ്ലാൻ, വാട്ട് വി ഷുഡ് ഡു, അതിന് ആക്ഷൻ പ്ലാൻ എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾക്ക് എന്ത് വേണം. ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള അറിവ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പോഴേ നമുക്ക് അത് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് വരും. പിന്നൊന്ന്, ആ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോയ എന്ത് ചെയ്യുന്നുള്ള ആ ചിന്ത, അത് മാഡം പറഞ്ഞു. അതിൽ പ്രത്യേകിച്ച് അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവരും അതിനെ പ്രശംസിച്ച് പറയണമെന്നില്ല. നമുക്ക് കുറച്ച് ക്രിറ്റിസിസം കേൾക്കേണ്ടി വരും. അത് കേൾക്കുമ്പോൾ നമുക്ക് തളരരുത്. നമ്മൾ ചെയ്യുന്ന കാര്യം ചെയ്തിട്ടില്ല, ശരിയായിട്ടില്ലെങ്കിൽ ചില ആൾക്കാർ പറയും, ഓക്കെ അങ്ങനെ കുഴപ്പമില്ല, നീ ഒന്നുകൂടെ അത് ശ്രമിച്ചാൽ നന്നായിരിക്കും. അതാണ് ശരിക്കുള്ള വിധത്തിൽ പറയുന്നത്. ചില ആൾക്കാർ എന്തായി ചെയ്തത്, എന്ത് പ്രസംഗിച്ചാൽ, നീ എന്താ പ്രസംഗിച്ചാൽ, എന്താന്ന് പോലും എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുമ്പോൾ ആ ആളുടെ മനസ്സിൽ കംപ്ലീറ്റ് പോവാണ്. അപ്പൊ ഞാൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ആ കമ്പനി കണ്ടിട്ടുണ്ട് ചില പിള്ളേർ എക്സിക്യൂട്ടീവ് റിക്രൂട്ട് ചെയ്ത് വരുമ്പോൾ അവർക്ക് ചില പ്രൊജക്ട് കൊടുക്കും. പ്രൊജക്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ചെയ്ത ശരിയാവില്ല. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ് സർ. ഒരു മിനിറ്റ്, ഷീല മാം മ്യൂട്ട് ചെയ്യാവോ? ഷീല മാം. ഓക്കെ സർ, സംസാരിച്ചോളൂ. അപ്പൊ അതുപോലെ ഞങ്ങൾ കണ്ടിട്ട് എക്സിക്യൂട്ടീവ്സ് പ്രൊജക്ട് കൊടുക്കുന്ന സമയത്ത് അവരത് പ്രൊജക്ട് ചെയ്ത് വരുന്ന സമയത്ത് അവരുടെ
ശരിയാവില്ല. അപ്പൊ ആ ബോസ്, അവരുടെ ബോസ് ഉണ്ട്. ഇപ്പോൾ ചില ബോസൊക്കെ അവരെ ഭയങ്കരമായിട്ട് ഫയർ ചെയ്യും, എന്താ ചെയ്തതൊക്കെ പറഞ്ഞു. അപ്പൊ അതിന് പലരും അത് ചിലപ്പോൾ ജോലി വിട്ട് പോണ കുട്ടികൾ വരെ ഉണ്ട്. കാരണം വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള വളരെ വളരെ ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ അത് ആ ക്രിറ്റിസിസം ഏൽക്കാനുള്ള തയ്യാറെടുപ്പ് വേണം. എന്നാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഈ ആത്മവിശ്വാസം കൂടുന്ന സമയത്തും മണിസാർ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. മണിസാർ പറഞ്ഞ ആത്മവിശ്വാസം കൂടുമ്പോൾ കുഴപ്പമില്ല. ആത്മവിശ്വാസം കൂടുന്ന സമയത്ത് ആ അഹങ്കാരമാണ്. ഞാൻ ഞാനേ ചെയ്തുള്ളൂ, എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ള ആ ഒരു ചിന്ത വരുമ്പോൾ അത് അഹങ്കാരമാണ്. എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ചെയ്യേണ്ട മനസ്സിലുള്ള ആത്മവിശ്വാസം. അപ്പൊ അത് മണിസാർ പറഞ്ഞത് വളരെ ഇഷ്ടമായി. അങ്ങനെ ഒരു വ്യത്യാസം കൂടെ ഉണ്ട്. എനിവേ അധികം സംസാരിക്കുന്നില്ല. എനിക്ക് വളരെ ഇഷ്ടമായി മാഡത്തിന്റെ ക്ലാസ്. എല്ലാവർക്കും പ്രയോജനപ്പെടുന്നു. താങ്ക് യു വെരി മച്ച്. വളരെ നാൾ കൂടിയിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്യണത്. ഷാമിനി മാം എപ്പോഴും പറയും വരണം വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വളരെ നാൾ കൂടി ഇന്ന് തോന്നുന്നു. താങ്ക് യു ഷാമിനി മാം. താങ്ക് യു. Okay, thank you, sir. Thank you so much. Bashir, sir. ബഷീർ സാർ അൺമ്യൂട്ട് Bashir, ചെയ്യൂ. അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. ആ മാജിക് മോർണിംഗ് കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ. അഫീഫ നല്ല ക്ലാസ് ആയിരുന്നു. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വന്നിട്ട് നന്നായിട്ടുണ്ട്. നല്ല സെൽഫ് കോൺഫിഡൻസിനെ പറ്റി നല്ല ഉഷാറായി പറഞ്ഞു. ഞാനൊക്കെ ഈ ഘട്ടം കഴിഞ്ഞു വന്നതാണ്. ആദ്യം ചെറുപ്പത്തിൽ ഇങ്ങനെ സെൽഫ് കോൺഫിഡൻസ് കുറവായി, വളരെ കുറവായി. പിന്നെ കച്ചവടം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എടുക്കുന്ന ആൾക്കാർ കോൺഫിഡൻസ് കൂട്ടി തന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറി അങ്ങനെ തൊലിക്കട്ടി വന്നതാ. ഇപ്പൊ ഇവിടെ ചെന്നാലും വലിയ വിഷയമല്ല. കാരണം അങ്ങനത്തെ ഡെയിലി കുറെ കസ്റ്റമേഴ്സിനെ അറ്റൻഡ് ചെയ്യുമ്പോൾ അവരിൽ നിന്ന് കേൾക്കുന്ന ചീത്തയും നല്ലതൊക്കെ നമ്മളെന്ന് ഒരു പരുവത്തിലാക്കിയെടുക്കും. പിന്നെ വരുന്നൊന്നും വലിയ വിഷയമല്ല. ഇപ്പൊ പേടി വിൻസെന്റ് സാറ് പറഞ്ഞ മാതിരി ഓവർ കോൺഫിഡൻസ് ആയി വരുന്നോന്ന് പേടിയാണ്. എനിവേ ഇറ്റ് വാസ് എ ഗുഡ് ക്ലാസ്. പിന്നെ അതും നല്ലൊരു ഐഡിയ ആണ്, ഈ മിറർ ടോക്ക് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ. അത് ഏറ്റവും ബെസ്റ്റ്. ഞാനൊക്കെ ഇപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്. അത് നല്ല നമ്മളെ അഫർമേഷൻ നമ്മൾ സ്വയം പറയുന്നതിന് പകരം ഒരു മിററിന്റെ മുമ്പിൽ ഒന്ന് പറയുമ്പോൾ അത് ഭയങ്കര എഫക്റ്റീവായി. അത് സെൽഫ് കോൺഫിഡൻസ് ഒരു ലെവലിൽ എത്തിക്കും. എനിവേ ഇറ്റ് വാസ് എ ഗുഡ് ക്ലാസ്. താങ്ക് യു വെരി മച്ച്. thank you, Bashir, sir. Thank you so much. Mani, sir. മാജിക് മോർണിംഗ് അഫീഫ നല്ല ക്ലാസ് ആയിരുന്നു, നല്ല പ്രസന്റേഷൻ ആയിരുന്നു, നല്ല പ്ലസന്റ് ആയിട്ട് ഹാപ്പി ആയിട്ടാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ചെറിയ പ്രയാസങ്ങൾ വന്നപ്പോഴും അതെല്ലാം തരണം ചെയ്ത് വളരെ കോൺഫിഡന്റ് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ വിചാരിച്ച കാര്യങ്ങൾ 5 പോയിന്റ് വളരെ കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. നല്ല ഹാപ്പി പ്രസന്റേഷൻ ആയിരുന്നു, നല്ല കോൺഫിഡന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. നന്നായിട്ടുണ്ട്. Thank you, Mani, sir. Thank you so much. Babu, sir. ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാനൊന്ന് വിളിക്കുന്നുണ്ട്. ബാബു സർ. ബാബു സർ കേൾക്കാവോ? ഇല്ല. ഓക്കെ. ഇനി ഇതിൽ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? ഹലോ അഫീഫ മാം, അടിപൊളി ക്ലാസ് ആയിരുന്നു. 5 പോയിന്റും ഉഷാറായി. റിയാസ്. ഹലോ കേൾക്കുന്നുണ്ടോ? ഓക്കെ. നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ സർ.
സർ താങ്ക് യു സോ മച്ച്. ഷൈനി മാം. ക്ലാസ് വളരെ വളരെ എഫക്റ്റീവ് ആയിരുന്നു കേട്ടോ. വളരെ ഇതായിരുന്നു. കാര്യം എന്താ വെച്ചാല് ഞാൻ ഭയങ്കര കോൺഫിഡൻസ് കുറവുള്ള ഒരാളാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ടാസ്ക് കിട്ടുമ്പോഴത്തേക്ക് പെട്ടെന്ന് എന്നെ കൊണ്ട് പറ്റില്ല, കഴിയില്ല, ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം. അപ്പോഴതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് കുറച്ചുകൂടി ഈ ഒരു ക്ലാസ് കേട്ടത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് തോന്നിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബഷീർ സാർ പറഞ്ഞല്ലോ, നമ്മൾ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ തന്നെ നമ്മളെ കുറച്ചുകൂടി കോൺഫിഡൻസ് ആക്കിക്കൊണ്ട് പറയണമെന്ന്. അപ്പോഴതൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയി. എന്തായിരുന്നാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു ഷൈനി മാം, താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടെയാണ് ഈ ഒരു ബി മാജിക്. കാരണം ഇതിൽ വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണെങ്കിലും ഇപ്പോൾ ഹഫീഫ ഇന്ന് എടുത്ത സെഷൻ പോലെ നിങ്ങൾക്ക് സെഷൻ എടുക്കാനുള്ള അവസരം നമ്മൾ തരുന്നുണ്ട്. അപ്പൊ അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തന്നെ അതിൽ സംസാരിക്കാനൊക്കെ വരിക. മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഒക്കെ കൂടും. കാരണം ഇതിൽ സംസാരിക്കാൻ ബാക്കോട്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം. അബിത മാം. ഹലോ. മാജിക് മോർണിംഗ് മാം. നല്ല രീതിയിൽ തന്നെ മാം. ഹലോ, മാജിക് മോർണിംഗ് മാം. നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഗോഡ് ബ്ലസ് യു മാം. താങ്ക് യു. താങ്ക് യു അബിത മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഇതിൽ സംസാരിക്കാതെ ഒരുപാട് പേരുണ്ടായിരിക്കും അല്ലെ. ഞാൻ പറഞ്ഞാൽ ശരിയാവോ, അല്ലെങ്കിൽ ഞാൻ പറയണോ, എന്താ പറയാ, ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും. അവരും മുന്നോട്ട് വരിക. എന്നും സംസാരിക്കുന്ന മണി സാർ ആണെങ്കിലും ബഷീർ സാറ്, ഷാമിനി മാം, നിങ്ങൾ സംസാരിക്കേണ്ടതല്ല കേട്ടോ, നിങ്ങൾക്ക് സംസാരിക്കാം. പകരം പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇതുവരെ സംസാരിക്കുന്നവരൊക്കെ മുന്നോട്ട് വന്നിട്ട് സംസാരിക്കാൻ ശ്രമിക്കാം. എങ്കിലാണ് നിങ്ങളുടെയും കോൺഫിഡൻസ് ചെറിയ രീതിയിൽ കൂടെ ഉള്ളൂ. ഓക്കെ, അല്ലാതെ നിങ്ങൾക്കിപ്പം എനിക്ക് പേടിയാണ്, ഇപ്പോ ഫിയർ ആയിട്ട് നിങ്ങൾക്ക് പേടിയായിരിക്കും ഞാൻ ഇവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്താൽ റെഡി ആവോ എന്നുള്ളത്. പക്ഷെ അതില്ല. നമ്മള് ഒരു ബി മാജിക് നിങ്ങൾക്ക് അറിയാം, ടീം മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരു മടിയുള്ള ആളാണെങ്കിൽ പോലും എന്താ പറയേണ്ടത് എന്നുള്ള, നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് ഓക്കെയാണ്. നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ എന്ത് ഷെയർ ചെയ്താലും അത് ഓക്കെയാണ്. നമ്മളെല്ലാവരും അതുപോലെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ്. നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അത് അങ്ങനെ തന്നെ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മുടെ ടൈം ഏകദേശം ആയിട്ടുണ്ട്. അഫീഫ മാം നല്ലൊരു സെക്ഷൻ ആയിരുന്നു. ഫസ്റ്റ് ടൈം ആണെങ്കിൽ പോലും അത് ആ ഒരു ഇത് നിങ്ങളുടെ ഫേസിലാണെങ്കിൽ പോലും നിങ്ങളുടെ പ്രസന്റേഷൻ ആണെങ്കിലും എല്ലാം ഓക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ഞാൻ ഒന്ന് ചെറിയ രീതിയിൽ ഞാനൊന്ന് ടെൻഷനായി. മാം ക്ലാസ്സിൽ നിന്ന് ലീവ് ചെയ്തതല്ല, ടെക്നിക്കൽ ഇഷ്യൂ ആണ്. മാമിന് റീജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോ എന്തപ്പോ ചെയ്യാ, ഇനി ഞാൻ ആ ടോപ്പിക് തന്നെ ഡിസ്കഷൻ ഇട്ടു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മാം റീജോയിൻ ചെയ്തു വന്നിട്ട്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ ക്ലാസ് ഒക്കെ എടുക്കാൻ പറ്റും. ഇനിയും അങ്ങനെ എടുക്കാൻ പറ്റട്ടെ. നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം അല്ലെ. ഓക്കെ എല്ലാവരും. മുഫിദ മാം. അല്ല, നിങ്ങളൊന്ന് സമയത്തിനനുസരിച്ച് ഒന്ന് റിയാക്ഷൻ എടുത്തു. ആ സമയത്ത് നിങ്ങളൊരു നല്ലൊരു ആങ്കറിങ്. കാരണം എല്ലാവരും സ്റ്റക്കായി നിന്നു. എന്താണ് ഹഫീഫ മാമിനെ വിളിച്ചാലോ എന്നൊക്കെ എനിക്ക് പറയാൻ തോന്നി. കാരണം എന്റെ കയ്യിൽ നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ വിളിച്ചിട്ടുണ്ടാവും. എന്ത് പറ്റി, എന്ത് കയറാൻ പറ്റുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഇവിടെ നിന്നിട്ട് അത് ചെയ്യോ ഇത് ചെയ്യോ അയ്യോ കിട്ടുന്നില്ല നമ്മൾ ടെൻഷൻ അടിക്കാതെ നിങ്ങൾ എന്തെങ്കിലും സൊല്യൂഷൻ കാണുന്ന നിങ്ങളിലൊന്ന് വിശ്വസിച്ചു. പക്ഷെ 100% അത് അതേ ടോപ്പിക് തന്നെ ഇട്ടിട്ട് ആ ഒരു അലോട്ട് ചെയ്തിരിക്കുന്ന ടൈമിന് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമ്മൾ ചിന്തിച്ചു. താങ്ക് യു മാം. നല്ല രീതിയിൽ നിങ്ങൾ ആങ്കറിങ് മുന്നോട്ട് പോകുന്നുണ്ട്. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു ഷാമിനി മാം. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഓരോ തിരക്കുകൾ ഉണ്ടായിരിക്കും. നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും അതുപോലെ തന്നെ ഇന്നത്തെ ഈ സെഷൻ കൈകാര്യം ചെയ്ത ഹഫീഫ മാമിനും ഒരുപാട് 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 നന്ദിയുണ്ട്. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു ഓൾ. താങ്ക് യു ഓൾ.
താങ്ക് യു.